ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും അധികം തലവേദന സൃഷ്ടിച്ച ഒരു പ്രധാന മേഖല ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണെന്ന് നിസ്സംശയം പറയേണ്ടി വരും. എത്ര അധികം മത്സരങ്ങളിലാണ് അർഹമായ പോയിന്റുകൾ ഗോൾ കീപ്പർമാരുടെ പിഴവുകൾ കാരണം മാത്രം ബ്ലാസ്റ്റേഴ്സിന് നഷ്ടമായിട്ടുള്ളതെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിൽ മുഴുവനായി ഗോൾ കീപ്പേഴ്സിനെ കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം നമ്മുടെ ഈ സീസണിലെ റിക്രൂട്ട്മെന്റിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പേഴ്സിൽ പരിചയസമ്പത്തുള്ള താരങ്ങളുടെ അഭാവം സ്കൗട്ടിംഗ് ടീം മനസ്സിലാക്കി ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഗോൾ കീപ്പറെ എത്തിക്കുന്നതിന് പകരം യുവ ഗോൾ കീപ്പേഴ്സിനെ വെച്ച് റിസ്ക് എടുക്കുകയാണ് ഉണ്ടായത്. അതിന്റെ പരിണിത ഫലം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ ഇങ്ങനൊരു തിരിച്ചടി ഉണ്ടായത്. ഏതായാലും തന്നെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് അവർക്ക് സംഭവിച്ച തെറ്റെന്താണെന്ന് മനസ്സിലാക്കി വളരെ പെട്ടെന്ന് തന്നെ ഒരു ഗോൾ കീപ്പർ സൈൻ ചെയ്യാനുള്ള നീക്കങ്ങളിലാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നത്. അതൊക്കെ ഒരു ഭാഗത്തോടി നടക്കുമ്പോഴാണ് ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലന ക്യാമ്പിൽ വളരെ രസകരമായ ഒരു കാര്യം നടന്നത്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നായകൻ അഡ്രിയാൻ ലൂണ ഇപ്പോഴത്തെ ടീമിന്റെ അവസ്ഥ കണ്ടിട്ടാവും ഇനി ഈ ടീമിനെ ജയിപ്പിക്കണമെങ്കിൽ താൻ തന്നെ ഗോൾ കീപ്പർ ആവണമെന്നുള്ള അവസ്ഥയിലേക്ക് മാറി അദ്ദേഹം ഇപ്പോൾ ഗോൾ കീപ്പിംഗ് പരിശീലനം നടത്തുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിനർത്ഥം അടുത്ത മത്സരത്തിൽ അദ്ദേഹം ഗോൾ കീപ്പറുടെ റോളിൽ വരുമെന്നുള്ളതല്ല. പരിശീലന സമയത്ത് താരങ്ങൾ ഇത്തരത്തിലുള്ള പരീക്ഷണത്തിൽ ഏർപ്പെടുന്നത് സ്വാഭാവികമാണ്. അഡ്രിയാൻ ലൂണ മാത്രമല്ല, നോവാ സദോയ് ഉൾപ്പെടെയുള്ള താരങ്ങൾ ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഗോൾ കീപ്പറായി പരിശീലനം നടത്തിയിട്ടുണ്ടായിരുന്നു.